മരീചിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ബാധ എന്താണെന്ന് നോക്കാം. മിക്ക ആൾക്കാർക്കും അറിയാം ബാധ എന്താണ് എന്നുള്ളത്, അല്ലേ? ഒരിക്കൽ എൻ്റെ അനുഭവത്തിലുണ്ടായൊരു കഥ ആണ്. അനേകം കഥകളിൽ ഒരു ചെറിയ കഥ പറയുവാൻ രസകരമായിരിക്കുന്നൊരു കഥയാണ്. എൻ്റെ അടുത്ത് വന്ന ഒരാളോട് ഞാൻ പറഞ്ഞു, തീക്കോയി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കോട്ടയം ജില്ലയിൽ പാലായ്ക്കടുത്തുള്ള തീക്കോയി. അപ്പോൾ അവിടെ ഒരാൾ എൻ്റെ അടുത്ത് വരികയും അയാൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ, വീട്ടിൽ കലഹവും കാര്യങ്ങളുമൊക്കെ ആണ് എന്ന് എന്നോട് പറയുകയും ഞാൻ അദ്ദേഹത്തിനോട് 12 ദിവസം വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 12 ദിവസം അടുപ്പിച്ച് വരുവാൻ സാധിക്കില്ല, കാരണം എനിക്ക് ഒത്തിരി റബ്ബർ വെട്ടാനുണ്ട്, റബ്ബർ ടാപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വരവ് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്കിൽ ശരി, വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കൂ 12 ദിവസം. 12 ദിവസം വിളക്ക് വെച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അയാളന്ന് ഏറ്റു. അങ്ങനെ ഇവിടെ നിന്ന് ഇച്ചിരി തീർത്ഥം ജലമൊക്കെ കൊണ്ടുപോയി വീട്ടിലൊക്കെ തളിച്ചു, ഭാര്യയുമായിട്ടൊക്കെ തളിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സന്ധ്യയാകുമ്പം ഇദ്ദേഹത്തിന് കലി കോപം മൂക്കും, വാക്കത്തി എടുത്തുകൊണ്ട് വിരക്കി വിറ്റിന് നടക്കും. ഒരു മകനുണ്ട്, ഈ മകനെ കൊന്നു കളയണം. അപ്പോൾ ഈ കുട്ടി അദ്ദേഹത്തിൻ്റെ അല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഈ കലിയൊക്കെ മാറാൻ, കോപമൊക്കെ മാറാൻ വേണ്ടി ഒരു പ്രാർത്ഥനയൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പ്രാർത്ഥന ചെയ്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, 7-12 ഒക്കെ മടക്കം ഉണ്ടാകും, 12ലേക്ക് വരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല, 3ലേക്ക് കയറിക്കഴിഞ്ഞാൽ നല്ല വ്യത്യാസങ്ങൾ വരും. അങ്ങനെ 3-4 ദിവസങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ 11ാമത്തെ ദിവസമൊക്കെ ആയി. അതിനിടയ്ക്ക് ഭാര്യയായിട്ടൊക്കെ കലഹങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു വിളക്ക് വെച്ചു, 9 ദീപം കത്തിച്ചു ഒക്കെയാണ് ഇതിനകത്ത് പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നത്. വലിയൊരു വിളക്കാണ്, വലിയൊരു തറവാടാണ്. അപ്പം ഒരു ദിവസം വന്നപ്പോൾ ഇദ്ദേഹം വൈകുന്നേരമാണ്, രാവിലെ പ്രാർത്ഥിക്കാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് വൈകുന്നേരമാണ്, സന്ധ്യയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന. 6 മണിക്ക് പ്രാർത്ഥന തുടങ്ങും, 7 മണി വരെ പ്രാർത്ഥനയാണ്. അങ്ങനെ 7ാമത്തെ ദിവസം, 11ാമത്തെ ദിവസമായപ്പോൾ ഇദ്ദേഹം താമസിച്ചു പോയി വളരെ വീട്ടിൽ വരാൻ. അപ്പോൾ എന്നാലും വേണ്ടിയല്ല, ഇദ്ദേഹം പ്രാർത്ഥന തുടങ്ങി, ഭാര്യയെ വിളിച്ചു, ഭാര്യ വന്നില്ല. ഭാര്യയോട് വിളിച്ചപ്പം ഭാര്യ വരുന്നില്ല. അപ്പം തടസ്സമുണ്ടാകുമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇദ്ദേഹം അതൊന്നും വകവെക്കാൻ പോയില്ല. പല പ്രലോഭനങ്ങളും ഉണ്ടാകുമെങ്കിലും ധൈര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹം പ്രാർത്ഥന തുടങ്ങി. ഭാര്യ പുറകിലൂടെ വന്ന് നോക്കിയപ്പോൾ ഒരു കാലിങ്ങനെ നീട്ടി വെച്ചുകൊണ്ടാണ്, നിലത്ത് പടഞ്ഞിരിക്കുകയാണ്, അതിൽ ഒരു കാലിങ്ങനെ നീട്ടി വെച്ചിരിക്കുന്നു. ഭാര്യ അവിടെ നിന്നുകൊണ്ട് പുറത്ത്, ഇന്ന് ഇത്ര സമയം കഴിഞ്ഞപ്പോഴല്ലേ വന്നേക്കുന്നത്, 6 മണിക്ക് തുടങ്ങണമെന്ന് പറഞ്ഞ സംഭവമാണ്, 6:45 വന്നിട്ട് ഇതോ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് പുറത്തുണ്ടല്ലേ നടക്കുക. ഇന്നൊരു പുതിയ സംവിധാനം, ഇതേ കാലും ഒക്കെ നീട്ടി വെച്ചുകൊണ്ടാണ് വിളക്കിൻ്റെ അടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതൊന്നും ചെവിക്കൊള്ളാതെ ബലം പിടിച്ച് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാകും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഈ കിണ്ടിക്കകത്ത് തീർത്ഥം ഭാര്യയ്ക്ക് കൊടുത്തേക്കാം, അവിടെയൊക്കെ തളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഭാര്യയ്ക്ക് കൊടുത്തേക്കാന്നും പറഞ്ഞ് ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യ വരുന്നില്ല. അവിടെ നിന്നാണ് എനിക്കൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ്. ഏതായാലും എന്നാൽ അവൾ വരുന്നില്ല, വേണ്ടുകയിൽ അടുക്കളയിലേക്ക് ചെന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നു. അടുക്കളയിലേക്ക് ചെന്നതും തീർത്ഥം എടുത്ത് ഇങ്ങനെ കൊടുക്കാനായിട്ട് തുടങ്ങിയത് അവർ കൈ വിളിച്ചത്, എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ ഇപ്പോഴാണോ ഇത് വന്നിട്ട് ഉണ്ടാക്കുന്ന മനുഷ്യനെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് വന്ന ഇത്രയും നേരം ഇത് പിടിച്ചു വെച്ചിരുന്ന കലിയെ കോപമെല്ലാം കൂടെ കൂടിയിട്ട് അദ്ദേഹം ആ കിണ്ടി എടുത്ത് ഒറ്റ ഏറങ്ങ് വെച്ച് കൊടുത്തു തറയിലേക്ക്. എറിഞ്ഞ് ആ കിണ്ടി തെറിച്ച കണ്ടോട്ടല്ലേ പോയി. നല്ല ആരോഗ്യമുള്ള ആളാണ്. നിങ്ങളിപ്പോഴാണോ ഇത്
ചെയ്യാനായിട്ട് വന്ന് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല മനുഷ്യനെന്നും പറഞ്ഞുകൊണ്ട്. സാധാരണ നമ്മൾ വീടുകളിൽ പ്രാർത്ഥന നടത്തുന്നത് സ്ത്രീകളാണ്. ഇവിടെ മുൻകൈ എടുത്ത് ഈ വീട്ടു ഉടമസ്ഥനാണ് ഇത് നടത്തുന്നത്, ഗൃഹനാഥൻ. അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത 5-6 തെറി ചീത്തയങ്ങ് പറഞ്ഞു, അസഭ്യം പറഞ്ഞിട്ട് എടീ, ഇന്ന് എന്നത്തേലും കൂടുതൽ ഷീറ്റുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം കൊണ്ടുവരേണ്ടത് ഞാൻ 2 പ്രാവശ്യം അടിച്ച് ഇത് പുകയ്ക്കുന്ന അല്ലെങ്കിൽ ഇത് ഉണങ്ങുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഞാൻ ഒരു കെട്ട് പുല്ലും ചെത്തി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് 2ാമത്തെ കെട്ട് പുല്ലെടുക്കുവാൻ പോയപ്പോഴത്തേന് അവിടുന്ന് വീണ് എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെയും മുട്ടിൻ്റെ ഇടയ്ക്ക് പുല്ലൂരി എന്നാണ് ചില സ്ഥലങ്ങളിൽ പറയുന്നത്. അസ്ഥി ഇടിച്ച് പൊട്ടിയിട്ട് ഇതുണ്ടോ ഞാൻ കെട്ടി വെച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ പറയുന്ന പോലല്ല, അദ്ദേഹം കോപിച്ച് ചീത്ത വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. എന്നിട്ടും ഞാൻ ആ പുല്ല് ചെത്തിക്കൊണ്ടുവന്ന് ഇവിടെ പശുവിൻ്റെ മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ കുളിയും കഴിഞ്ഞ് പ്രാർത്ഥനയും ചൊല്ലി നീ ഇങ്ങനത്തെ കൊള്ളരുതായ്മയാണല്ലോ പറയുന്നത് എന്നും പറയും. ഇയാൾ അങ്ങോട്ട് ഓടിച്ചെന്ന് ഒരു 2-2.5 അടി 3 അടി പൊക്കമുള്ളൊരു വേലോളക്കാരന് അതിങ്ങോട്ട് എടുത്ത് ഇവരെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ പ്രാർത്ഥനയും വേണ്ട, ഒന്നും വേണ്ട, നീയൊന്നും ഗുണം പിടിക്കുവാനുള്ളതല്ലെന്നും പറഞ്ഞു. അപ്പോൾ ഈ കല്ല് കീറി പാകിയേക്കുന്ന നടക്കല്ലുകളാണ് പഴയ കാലത്ത്. എടുത്ത് ആ വിളക്കെടുത്ത് ഒരൊറ്റ അടിയെ കൊണ്ടടിച്ച് വിളക്കൊടിഞ്ഞൊരെണ്ണം തെറിച്ച് വന്ന് ഇയാളുടെ തലക്കെട്ട് കൊണ്ട് ഇവിടെ മുറിഞ്ഞ് ബാക്കി ഈ വിളക്കെല്ലാം എടുത്ത് താഴത്തെ കൊക്ക അല്ലെങ്കിൽ കുഴി പ്രദേശമാണ്, വനമുള്ള സ്ഥലമാണ്. ഈ കുഴിയിലേക്ക് കാട്ടിലേക്ക് വലിച്ചങ്ങ് എറിഞ്ഞിട്ട് അവിടെ കിടന്ന് ഏതാണ്ടെല്ലാം കണ്ട സാധനങ്ങളൊക്കെ തല്ലിപ്പൊട്ടിച്ച് ഭാര്യ കയ്യും കെട്ടി പിറയ്ക്കകത്ത് തന്നെ നിൽക്കുകയാണ്. ഇവിടെ സംഭവിച്ചത് എന്നാന്ന് ചോദിച്ചാൽ, നാളെ 12ാമത്തെ ദിവസം പൂർത്തിയാകുക. ഈ 12ാമത്തെ ദിവസം പ്രാർത്ഥിക്കാൻ ഇനി വിളക്കില്ല. പ്രാർത്ഥന മടങ്ങി. ഈ അവിടെ നിൽക്കുന്ന ബാധയെന്ന് പറയുന്ന സാധനം, നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഈ സാധനം എന്താണ്? പ്രാർത്ഥന കുറവുള്ള ഭാര്യയിൽ ബാധിച്ചു. ഭാര്യയിലൂടെ ഇദ്ദേഹത്തെ പ്രകോപിപ്പിച്ച് ഈ പ്രാർത്ഥനാ വിഷയം തല്ലി പൊട്ടിച്ച് കളഞ്ഞു. 12 ദിവസം പൂർത്തിയായാൽ അവിടെ നിൽക്കുന്ന ബാധയെന്ന് പറയുന്ന എനർജി അവിടെ നിന്ന് മാറിപ്പോയാൽ മതിയാവുള്ളൂ. അപ്പോൾ അതിന് തന്ത്രപരമായിട്ട് ശകുനിയുടെ കാര്യം പറഞ്ഞ പോലെ ബാധയൊരു വഴി കണ്ടുപിടിച്ചു. സ്ത്രീകൾക്ക് കുട്ടികളുള്ളത് പ്രാർത്ഥന നടക്കുമ്പോൾ അതിനൊരു ഏകാഗ്രത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കിട്ടുകയില്ല. കാരണം അവർ കുട്ടികൾ കളിക്കുന്നിടത്തും കുട്ടികളെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ടോ ഇങ്ങോട്ട് പോകുന്നുണ്ടോ ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊരു ഏകാഗ്രത മനസ്സ് കിട്ടുകയില്ല. അത് പല പുരാണങ്ങളിലൊക്കെ പറയുമല്ലോ, ശിവൻ പാർവതിയോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ പാർവതിയുടെ ശ്രദ്ധ കുട്ടികൾ കളിക്കുന്നിടത്ത് പോകാൻ അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേന് പലതും പരിപൂർണമായിട്ട് പാർവതിക്ക് ഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാതെ വന്നിട്ടുള്ളതായിട്ടുള്ള ചരിത്രങ്ങളുണ്ടല്ലോ. അതിനാൽ ഇവരുടെയും നടന്ന അങ്ങനെയാണ്. അപ്പം ഇച്ചിരി ഈശ്വരാധീനം കുറവുള്ള, പോസിറ്റീവ് എനർജി കുറവുള്ള ഈ സ്ത്രീയെ കൊണ്ട് അയാളെ പ്രകോപിപ്പിച്ച് ഇത് തല്ലി ഒടിച്ച് അവിടെ മൊത്തം നാശകോശമാക്കി. ഇത് ചെയ്താൽ അവർക്ക് ബലം വരുമായിരിക്കാം. അത് ഫലം വരുന്നതിന് മുമ്പ് അത് തല്ലി തകർത്ത് തരിപ്പണമാക്കി എന്നുള്ളതാണ്. ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. ഉറക്കം, മടി, ഭയം, മന്ദത, അരിശം, ദീർഘസൂത്രത ഇവയാറും ത്യജിക്കണം. ഐശ്വര്യ ഇച്ഛ കലർന്ന ഐശ്വര്യത്തെ ആഗ്രഹിക്കുന്നൊരുവൻ ഉറക്കം, മടിഭീമാന്ദ്യം, അരിശം, ദീർഘസൂത്രത ഇവയാറും ത്യജിക്കണം. ഐശ്വര്യ ഇച്ഛ കലർന്ന ഐശ്വര്യത്തെ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നത്. ഉറക്കം, നായുടെ കാര്യം പറഞ്ഞ പോലെ ക്ഷണമാത്രം ഉറക്കമായിരിക്കണം. മടി, ആലസ്യമായിട്ട് ഇങ്ങനെ ഇരിക്കുക, പിന്നെ ആട്ടെ. ഭയം, ഒന്നിനെയും ഭയപ്പെട്ട് ചെയ്യാതിരിക്കുക. മന്ദത, മന്ദീഭവിച്ചിരിക്കുക, കുറച്ചവിടെ ഇരിക്കുക, ഒതു വേണ്ട എന്നുള്ള സ്ലോ സ്പീഡിലായിട്ടിരിക്കുക. മന്ദബുദ്ധി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവരുടെ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ച് വളരെ ഇട്ട് വലിച്ചുള്ള ചെയ്യേന. അരിശം, കോപം, ദീർഘസൂത്രത, ഏതിനകത്ത് ഒരു കുടിലതന്ത്രം കാണുക എന്നുള്ളതാണ്. നല്ലതുപോലെ ചെയ്യേണ്ടതിന് പകരം അതിനെ ഒന്ന് മൂടി വെച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള പ്രവണതകൾ ഐശ്വര്യത്തെ വരത്തില്ല എന്നാണ്.
ഇവിടെ അരിശം വന്നു. അപ്പോൾ ആ കോപം എന്താണ്? ഇതെല്ലാം നമ്മുടെ ഐശ്വര്യത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവിടെ സംഭവിച്ചു. ഇതിനെയാണ് നമ്മൾ ബാധ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. അവസാന നിമിഷം അതിനെ തകർത്ത് കളയാം. ഇത്തരം കാര്യങ്ങൾ ശ്രവിക്കുന്നതിനായിട്ട് ഈ ചാനൽ നിങ്ങൾ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. എങ്കിൽ നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങൾ ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ പുതിയ സംഗതികൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്ത് വിധത്തിലുള്ള പ്രലോഭനങ്ങൾ വന്നാലും നമ്മൾ ചെയ്യുവാൻ തുനിഞ്ഞ സംഭവങ്ങൾ നിശ്ചയമായും ആ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയാണെങ്കിലും ക്ഷേത്ര ദർശനമാണെങ്കിലും ദേവാലയ ദർശനങ്ങളാണെങ്കിൽ പോലും ആ പ്രതിസന്ധികളെ മറികടന്നുകൊണ്ട് നിങ്ങൾ ത്യാഗം ചെയ്തുകൊണ്ട്, പലരിൽ നിന്നുള്ള പീഡനങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടാവും, ഇതെല്ലാം സഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ സാധിക്കുമ്പോഴാണ് നിങ്ങൾ വിജയിക്കുകയുള്ളൂ. ആ പ്രവൃത്തിക്ക് ഉത്തമമായ ഫലം തീർച്ചയായും ലഭിക്കുന്നതും ആയിരിക്കും. മറ്റൊരു എപ്പിസോഡിൽ കാണാം.